ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമ്മളെ കാറ് ചെറിയ എന്തോ ഒരു പ്രോബ്ലം ആയിട്ട് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ 4 പേരും, ഞാനും മക്കളും, നമ്മൾ 4 പേരും അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ രാവിലെ ഇവരുടെ മദ്രസൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോണത്. അപ്പം നമ്മൾ 4 പേരെയും KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ വിട്ടിട്ട് റിസ്വാൻക ക്ലിനിക്കിലേക്ക് പോവാണ്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എന്തായാലും വീട്ടിലെത്താൻ ഒരു 1 1/2 2 മണിക്കൂറാവും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയ പാടന്നെ നമ്മൾ സാഗറിലേക്കാണ് കയറിയത്. യൂഷ്വലി നമ്മൾ രാവിലെ കുറച്ച് ഏർലി മോർണിംഗിലാണ് പോവാറ്. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. താഴെയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ മുകളിലോട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ കാലിക്കറ്റിൽ ഓരോ റെസ്റ്റോറൻറ്റിലും ചില ഡിഷസ് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ സാഗറിൽ മീൽസ് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി മീൽസാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ അവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്. അത് അവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ബീഫ് ഡ്രൈ ഫ്രൈയും, പിന്നെ അതുപോലെ അവിടുത്തെ എഗ് മസാല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാലിക്കറ്റ് വരുന്നുണ്ട്, സാഗറിൽ കയറിയതാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന 2-3 ഡിഷസാണ് കേട്ടോ. ഇവിടുത്തെ മീൽസ് ബീഫ് ഡ്രൈ ഫ്രൈ, അതുപോലെ എഗ് മസാല. അങ്ങനെ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ. കാരണം ഫുഡ് ബാക്കി വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ യൂഷ്വലി റിസ്വാൻക്ക് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കുറച്ച് ബാലൻസ് വരികയാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇന്ന് റിസ്വാൻക്ക് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ഓവർ ഫുഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട, അപ്പം, ബീഫ് റോസ്റ്റും ഒരു എഗ് കറി ആയിരുന്നു കേട്ടോ. ഈ എഗ് കറി ഒരു തേങ്ങ അരച്ച എഗ് കറിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അത്ര എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അമ്രയും ആ ഒരു എഗ്ഗിൻ്റെ കറി ഷെയർ ചെയ്യാം. അതുപോലെ അസയും അജുവും കൂടെ ആ ഒരു ബീഫ് റോസ്റ്റും കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കറക്റ്റായിരുന്നു. അവർക്ക് നല്ലപോലെ വിശന്നതുകൊണ്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ലായിരുന്നു. എല്ലാം ഫുള്ളായിട്ട് കഴിച്ചു. പിന്നെ അമ്രക്ക് വിശക്കും എന്നുള്ളൊരു തോന്നലുകൊണ്ട് നമുക്ക് അവൾ പറഞ്ഞതുകൊണ്ട് അവൾക്കൊരു ഡോണറ്റ് നമ്മൾ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണറ്റ്സൊക്കെ വാങ്ങിച്ചു. നമ്മൾ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിട്ട് ഇനി സ്റ്റാൻഡിലേക്ക് പോവാണ്. നമുക്ക് നാളെ രാവിലെ തന്നെ കാലിക്കറ്റിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസത്തേക്ക് മാത്രമായതുകൊണ്ട് നമ്മൾ വേഗം ബസ്സിൽ പോയിട്ട് വരാം. അതാവുമ്പോൾ ഈസി ആയിട്ട് പോയി വരാമല്ലോ എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ നമ്മൾ കോട്ടക്കിലെത്തി അവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ വിടും കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പം ഒരൊറ്റ ബസ്സും ഇല്ല. നമ്മൾ തൃശ്ശൂർ, എറണാകുളം അങ്ങനെ ഏതെങ്കിലും ഒരു ബസ്സിലൊക്കെയാണ് കയറാറ്. അങ്ങനെ ആകെ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സ്വിഫ്റ്റ് ബസ്സായിരുന്നു, സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഏതായാലും വേണ്ടില്ല നമ്മൾ അതിൽ കയറി. പക്ഷേ അതിൽ ഫുൾ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ സമയം ഒരു ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടാവും. നല്ല ചൂടും ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടക്കൽ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിപ്പോയി. ശരിക്കും ടയേർഡായിരുന്നു. വരേണ്ടിണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ നമ്മൾ 3 കുട്ടികളാണ്. അതായത് ഞാനാണ് ഏറ്റവും യങ്ങസ്റ്റ്. എനിക്കൊരു എൽഡർ ബ്രദറും ഒരു എൽഡർ സിസ്റ്ററുമാണ്. അപ്പോൾ ബ്രദർ ഒരു വീക്ക് മുന്നേ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ബ്രദറും വൈഫും മക്കളും ഒക്കെ നാട്ടിലുണ്ട്. മാത്രമല്ല സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് സിസ്റ്ററും മക്കളൊക്കെ അവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ മാത്രമില്ല, ഞാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ അവരെയൊക്കെ കൂടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 3 ആഴ്ചയായിട്ടോ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഈ ഒരു ഏരിയയിലൊക്കെ കാണാനുണ്ട്. റോഡ് പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു യൂ ടേൺ ഉണ്ട്. ഈ റോഡ് പണി നടക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ വീട്ടിലേക്ക് നമുക്ക് ഭയങ്കര ശല്യമുണ്ട് കേട്ടോ.
ഭയങ്കര ശബ്ദം, അതുപോലെ പൊടി, ഏത് കാറ് പോവാണെങ്കിലും നമ്മളെ വീട്ടിലേക്കാന്നാണ് നമുക്ക് തോന്നുക. അപ്പോൾ അത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് റെനോവേഷൻ ചെയ്യാൻ. അങ്ങനെ ഏതായാലും നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ആ വീട് ദൂരന്നേ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്ന് വീട്ടിൽ. മാത്രമല്ല ഒരു ജഗപൊഗാണ് കേട്ടോ വീട്ടിൽ. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജഗപൊഗാണ്, ഭയങ്കര ഹാപ്പനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ചെയ്യുന്നില്ലായിരുന്നു. ഈവനിങ് നമുക്ക് എവിടെയെങ്കിലും ഔട്ടിംഗ് ഒക്കെ പോവാം, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഡിന്നറൊക്കെ ആവാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ചെയ്തു. ഇവിടെ ഓരോരുത്തരും ഓരോ പണിയിലാട്ടോ. മക്കള് കുറച്ച് ഒരു ടീമിരുന്ന് TV കാണുന്നുണ്ട്, വേറൊരു ടീമിരുന്ന് പഠിക്കുന്നുണ്ട്. ഉപ്പയ്ക്കാക്കൊക്കെ എന്തൊക്കെയോ പണിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉപ്പ നല്ല ടയേർഡായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭയങ്കര ഹാപ്പനിങ് ആണ്. അപ്പോഴാണ് നമുക്കൊരു ഫോൺ കോൾ വന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ മോളുണ്ട് ആദില, ആൾ പ്രഗ്നൻ്റ് ആട്ടോ. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പം നമ്മുടെ അവിടെ അടുത്ത് തന്നെ നമുക്കൊരു വലിയ നെസ്റ്റോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നെസ്റ്റോ ഒന്ന് വാങ്ങിക്കാം. പിന്നെ കുട്ടികൾക്ക് ഇതിനകത്ത് കയറിയാൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെ ആണല്ലോ. പിന്നെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് അത്ര ടേസ്റ്റിൽ നമുക്ക് ഇവിടെ കോട്ടക്കിൽ കിട്ടുന്നില്ല, എസ്പെഷ്യലി ബേക്കറി ഐറ്റംസ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നെസ്റ്റോ ഒന്ന് വാങ്ങിക്കാം. അങ്ങനെ ബില്ലിംഗ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഭയങ്കര പരിചയമുള്ള മുഖം അപ്പുറത്തെ കൗണ്ടറിൽ നിൽക്കുന്നത്. നോക്കുമ്പോൾ ഇത് ഉമ്മാൻ്റെ ചെറിയ ബ്രദറാട്ടോ, ചെറിയ മാമനും അമ്മായിയും മക്കളും അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ബേക്കറി ഐറ്റംസ്, കുറച്ച് സ്നാക്സ്, കേക്ക്, കുക്കി, പിന്നെ പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗസ്റ്റ് വരുന്നത് ഈവനിങ്ങിലാണ്. അപ്പോൾ അപ്പോഴത്തേക്കെല്ലാം സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെയല്ല ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബാധിക്കൂല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. കാരണം അവർ ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ വരും. നമുക്ക് എന്നാലും ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് VH കൂൾ ബാറിലേക്കാട്ടോ. ഇവിടെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അവിൽ മിൽക്ക് കിട്ടുന്ന സ്ഥലം. നിങ്ങൾ ആരെങ്കിലും കോട്ടക്കൽ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഇവിടുത്തെ അവിൽ മിൽക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് എത്രയോ കാലം മുന്നേ ഉള്ളൊരു കൂൾ ബാറാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നോർമൽ അവിൽ മിൽക്ക്, അതിൻ്റെ കൂടെ പല ഫ്ലേവറിൽ ഐസ്ക്രീംസ് ഒക്കെ ഇട്ടിട്ടും. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇത് നോർമലാട്ടോ. നമുക്ക് അന്നും ഇന്നും ഇഷ്ടം ഉള്ളത് ഈ നോർമൽ അവിൽ മിൽക്കാണ്. അതിൽ തന്നെ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ പറയാറ് വിത്തൗട്ടാണ്, അതായത് ഷുഗർ ഇടാത്ത. അപ്പോൾ ആ ബനാനൻ്റെ മിൽക്കിൻ്റെയും ഒരു ഇത് മാത്രമേ, ബനാനൻ്റെ സ്വീറ്റ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ്, ഫുൾ നട്ട്സും കാര്യങ്ങളും, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാത്രമല്ല ഒരു പാകത്തെ തണുപ്പും. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ദാഹവും എന്തൊക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അവിൽ മിൽക്ക് കഴിച്ചിട്ട് പോവാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ ഒരു സമയത്ത് തന്നെ അവിടെ നല്ല ലൈവായിട്ട് പൊക്കവട ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് പൊക്കവടയും വാങ്ങിച്ചു. ഈ ഒരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ലഞ്ചിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അത്രയും ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ഇവരുടെ നോർമൽ അവിൽ മിൽക്ക് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നു പോയിട്ടോ. ഏകദേശം ഒരു 6-6:30 ആയി. നമ്മളൊന്ന് ഔട്ടിങ് പോകാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അടുത്തൊരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നത്. അവർ കുറച്ച് ദൂരത്തു നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ചായയും സ്നാക്സും കൊടുത്താൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ വേഗം ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ പോയപ്പോഴത്തേക്കിന് ഏകദേശം രാത്രി ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുലങ്കഷമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ഔട്ടിങ്ങോ ഡിന്നറോ ഒന്നും നടന്നില്ല.
പിന്നെ നമ്മൾ ഗസ്റ്റുകളൊക്കെ ഫുഡ് കഴിച്ച് പോയപ്പോഴത്തേക്കും നമുക്കും വിശന്നു. നമ്മൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇനി എവിടെ പോകുമെന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു നമ്മൾ. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടുന്നത് ഭയങ്കര റെയർ ആയതുകൊണ്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം എന്ന പ്ലാനിൽ നമ്മൾ പിന്നെ പോയത് കോട്ടക്കലുള്ള പ്ലാനറ്റ് കഫേയിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാനറ്റ് കഫേയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ആയിട്ടുണ്ടെങ്കിലും കുട്ടികളൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. അവർക്കെന്തോ പെരുന്നാൾ പോലെ ആയിരുന്നു കേട്ടോ. കാലിക്കറ്റിലെ പോലെ എനിക്ക് ഇവിടെ കോട്ടക്കൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ. അപ്പം ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉള്ളൊരു ലെബനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഷെഫ് ലെബനോൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോകാമെന്നായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്ലാനറ്റ് കഫേയിൽ പോയത്. പക്ഷേ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ടേബിളിൽ ഇരിക്കുന്നില്ല. അപ്പോഴത്തേക്കും അത് തീർന്നു പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് വന്നതായിരുന്നെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ഒന്നും ബാക്കിയില്ലാണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 10-12 പേർക്ക് വേണ്ടിയിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. നമ്മളെല്ലാവരും കുറച്ച് ടൈമൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഞാൻ തന്നെ സർപ്രൈസ് ആയി പോയ കാര്യമാണ്. അപ്പം അധികം വൈകാതെ നിങ്ങളുടെ അടുത്തും പറയാം. ഇതിലിപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തിയിട്ടില്ല. വരുന്ന വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ എനിക്ക് നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ലക്ഷദ്വീപിലേക്ക് പോകാൻ എന്തെല്ലാം ചെയ്യണമെന്നും ലക്ഷദ്വീപിൽ പോയിട്ടുള്ള ആക്ടിവിറ്റീസും പിന്നെ പോയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.